ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും മലയ്ക്ക് പോകാനായിട്ട് കെട്ടുനിറയ്ക്കുന്നു. കണ്ണനെ കൊല്ലാനായിട്ട് മേഘൻ കൊട്ടേഷൻ കൊടുത്ത് വാടക കൊലയാളികളെ മലയ്ക്ക് പോകാനായിട്ട് കെട്ടുനിറയ്ക്കുന്നുണ്ട്. മേഘനാണെങ്കിലും ഇത്തവണ താൻ ആഗ്രഹിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ വാമനും സീമന്തിനിയും പറയുന്നുണ്ട്, ഈ മണ്ഡലകാലത്ത് അരുതാത്തതൊന്നും നീ ചെയ്യരുത് മേഘ. കണ്ണനോടും മഹാലക്ഷ്മിയോടും അല്ല, സാക്ഷാൽ അയ്യപ്പ ഭഗവാനോടാണ് നീ കളിക്കുന്നത് എന്ന ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ, ഒരു മണ്ഡലകാലം കണ്ണന് തോരാ കണ്ണീർ സമ്മാനിച്ചതാണ്. ഈ മണ്ഡലകാലം മുതൽ ഇനി മഹാലക്ഷ്മി കണ്ണീരൊഴിഞ്ഞിട്ട് നേരമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മേഘൻ ചെയ്യുന്നത്. പിന്നീട് മുത്തശ്ശിയും പ്രതാപനും കൂടി ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. മേഘൻ്റെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി അയ്യപ്പ ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ എത്തി കരുണമോളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്നും മഹാലക്ഷ്മി കരഞ്ഞു കരഞ്ഞ് നരകിക്കണമെന്നും ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. തുടർന്ന് പൂജാരിയോടായിട്ട് അന്ന് മഹാലക്ഷ്മി വന്നപ്പോൾ എന്ത് വഴിപാടാണ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ പൂജാരി അവർക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. വീണ്ടും മേഘൻ്റെ ലക്ഷ്യം ഫലം കാണാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം വഴിപാടും പൂജയൊക്കെ നടത്തുന്നുണ്ട്. കാലിന് സ്വാധീനമില്ലാത്ത അവൻ്റെ ഓരോരോ മോഹങ്ങളെ മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തണം പോലും എന്നെല്ലാം മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ മാർക്കോ ചിലപ്പോൾ അവനെ എടുത്ത് 18-ാം പടി ചവിട്ടുമായിരിക്കും. ഏതായാലും നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കാര്യം മാത്രം ഇതുവരെ നടന്നിട്ടുണ്ടമ്മേ, അവൻ്റെ കാലിന് ചലനശേഷി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇനി അവൻ ആ തോമസ് വൈദ്യരുടെ അവിടേക്ക് ചികിത്സയ്ക്കും പോകുന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അതാകെയുള്ള സമാധാനം പ്രതാപം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയും. പിന്നീട് കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും കെട്ടുനിറച്ച് മലയ്ക്ക് പുറപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ മനസ്സിലാണെങ്കിൽ ആകെ ഭയമാണ്. ആ അമ്മയുടെ വാക്കുകൾ മനസ്സിൽ കിടക്കുന്നതിനെ കൊണ്ട് തന്നെ കണ്ണൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് കേട്ടോ മഹിയുടെ മനസ്സ് നിറയെ. അങ്ങനെ കണ്ണനോട് യാത്ര പറഞ്ഞ് പുറപ്പെടാൻ നേരവും വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് മഹാലക്ഷ്മി നിൽക്കുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല മഹി, മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ കൂടെയുണ്ടല്ലോ, താൻ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ കണ്ണൻ പോകുന്നത്. എങ്കിലും മഹിയുടെ മനസ്സിലെ ആ ഉൾഭയം വിട്ടുമാറുന്നില്ല. അങ്ങനെ അവർ പോയതിന് ശേഷം മഞ്ജുവിനോടായിട്ട് തൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം മഹി പറയുന്നുണ്ട്. കണ്ണേട്ടൻ മടങ്ങി വരുന്നത് വരെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല മഞ്ജു. മാത്രമല്ല എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവിതത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തിയിരുന്ന ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ വെച്ച് കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മയും കണ്ണേട്ടന് മല ചവിട്ടാൻ ഇത്തവണ പ്രയാസപ്പെടുമെന്നാണ് പറഞ്ഞത്. എത്ര പറഞ്ഞിട്ടും എരുമേലി വഴി കാൽനട ആയിട്ടേ പോകൂ എന്നുള്ള വാശിയാണ് കണ്ണേട്ടന്. കണ്ണേട്ടൻ മടങ്ങിയെത്താതെ എനിക്ക് സമാധാനമുണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി വല്ലാതെ ആശങ്കപ്പെടുമ്പോൾ കണ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല ഏട്ടത്തി, കണ്ണേട്ടന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നല്ലേ എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെയുള്ള കണ്ണേട്ടനെ ഇപ്പോൾ നടന്നു തുടങ്ങിയില്ലേ, അത് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കണ്ണേട്ടന് ആപത്തൊന്നും സംഭവിക്കില്ല, അയ്യപ്പസ്വാമി കാത്തു രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മഹി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല മഞ്ജു, എനിക്ക് വല്ലാത്ത പ്രയാസം തന്നെയാണ് മനസ്സിന്. 2 ദിവസത്തേക്കാണെങ്കിലും കണ്ണേട്ടനെ വിട്ടുപിരിഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മഹിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ധർമ്മസങ്കടത്തിൽ പെട്ടു പോവാണ് കേട്ടോ മഞ്ജു. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും എരുമേലി എത്തുന്നു. അവിടെ നിന്ന് അവർ കാനനപാത വഴി നടന്നാണ് ശബരിമലയ്ക്ക് പോകാനായിട്ട് തുടങ്ങുന്നത്. ഇതേ സമയം ഗുണ്ടകളാണെങ്കിലും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, മേഘൻ സാറ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതിൽ നിന്നും അണുകിട പോലും മാറ്റം ഉണ്ടാകാൻ പാടില്ല. വീൽ ചെയറിലുള്ള ആളെ കൊല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. മറ്റ് 2 പേരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവരിതുവഴിയായിരിക്കും വരാൻ പോകുന്നത്. നമ്മളും അവരോടൊപ്പം കയറിക്കൂടണം. എന്നിട്ട് വിജനമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് അവരെ തീർക്കണമെന്നും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അയാൾ മലയ്ക്ക് പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് ദക്ഷിണ തന്നില്ലേ, അപ്പോൾ അമ്മ അയാളുടെ തലയിൽ കൈ വെച്ച് എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ മോളെ, അവനൊരിക്കലും തിരിച്ചു വരരുത് എന്ന് മാത്രമാണ് ഞാൻ അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. അവൻ മാത്രമല്ല അവൻ്റെ കൂടെ പോകുന്നവരും ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. മേഘന ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം കാര്യങ്ങൾ വരണം, എങ്കിലേ നമുക്ക് ഈ തറവാട് അടക്കി ഭരിക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ കരുണയോട്. പിന്നീട് പ്രതാപനും മേഘനും ആണെങ്കിൽ ഇത്തവണ പ്രതീക്ഷിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ വരും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, അയ്യപ്പന്മാരായിട്ടാണ് അവന്മാർ പോകുന്നതെങ്കിലും അവരുടെ 3 പേരുടെയും കയ്യിൽ ആയുധങ്ങളെല്ലാം ഉണ്ട്.
പക്ഷേ മറ്റവന്മാരുടെ കയ്യിൽ, മാർക്കോയുടെ കയ്യിലൊന്നും ഒരു ആയുധം പോലും ഇല്ല എന്നെല്ലാം പറയുമ്പോൾ ആ മാർക്കോ അത്ര നിസ്സാരണക്കാരനൊന്നും അല്ല മേഘ. അവന് ഒരാളെ തീർക്കണമെങ്കിൽ ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ്റെ 2 കൈ തന്നെ ധാരാളം. കാരിരുമ്പിൻ്റെ ശക്തിയാണ് അവനെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വിട്ടവന്മാർ കാട്ടിൽ വെച്ച് അവന്മാരെ തീർക്കും. ഇത്തവണ ഞാൻ നല്ല പ്രതീക്ഷയിലാണ് അങ്കിളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കണ്ണനെ കൊല്ലാൻ എളുപ്പമാണെന്ന് കരുതിയിരുന്ന ഗുണ്ടകൾക്ക് നടന്നു വരുന്ന കണ്ണനെ കണ്ട് അവർ ശരിക്കും അന്തം വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ വീൽ ചെയറിൽ വരുമെന്നല്ലേ മേഘൻ സാറ് പറഞ്ഞത്, എന്നിട്ട് എന്താ ഇവൻ നടന്നു വരുന്നത് എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണന് എന്തോ ഒരു ആപത്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യം മഹിയാണെങ്കിലും സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. ഗുണ്ടകൾക്കാണെങ്കിൽ മേഘനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാട്ടിലായതുകൊണ്ട് തന്നെ അവർക്ക് റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും വാടക കൊലയാളികളാണെങ്കിൽ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കണ്ണനെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, കൊലപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാർക്കോയുടെ ആ വേലുള്ളത് കൊണ്ട് തന്നെ കണ്ണന് ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല എവിടെ നിന്നും വരുന്ന ഒരു കാട്ടാന ഗുണ്ടകളെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യപ്പസ്വാമി തന്നെ, മാത്രമല്ല മാർക്കോയുടെയും ആ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലും കണ്ണന് യാതൊന്നും സംഭവിക്കുന്നില്ല. മേഘനാണ് കണ്ണനെ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് എന്നുള്ള കാര്യവും മാർക്കോ അവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് കണ്ണനും മാർക്കോയും സാഗരം ലോപ്പസും അയ്യപ്പ ദർശനം നടത്തുന്നു. അങ്ങനെ അയ്യപ്പ ഭഗവാനെ ദർശിച്ചതിന് ശേഷം കണ്ണൻ്റെ ജീവിതത്തിൽ മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് കണ്ണൻ്റെ ഒരു കാലിന് ചെറിയൊരു മുടന്നുണ്ടായിരുന്നല്ലോ, ആ മുടന്ന് പൂർണ്ണമായിട്ടും ഭേദമാകുന്നുണ്ട്. അങ്ങനെ ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം മലയിറങ്ങുന്ന സമയത്ത് മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ലക്ഷ്യം വെച്ചാണോ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നത്, ആ ഒരു ലക്ഷ്യം നിറവേറി കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൻ സാറിന് എല്ലാവരെ പോലെ നടക്കാൻ കഴിയും. ദർശനം കഴിയുന്നതുകൂടി ഉണ്ടായിരുന്ന ആ മുടന്ത് കൂടി ഇപ്പോൾ ഇല്ലാതായി. ഇനി എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും പോലെ ആരോരും ആശ്രയമില്ലാതെ രക്ഷ കാത്ത് കഴിയുന്നവർക്ക് വേണ്ടി എനിക്ക് ഇനിയും പലതും ചെയ്യാനുണ്ട്. കണ്ണൻ സാറിനെ മല ചവിട്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ആഗമനോദ്ദേശം ഏകദേശം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനോട് യാത്ര പറഞ്ഞ് മാർക്കോ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോയുടെ ആ വാക്ക് കേട്ട് ശരിക്കും വിഷമത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്